അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫൈറ്റർ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, എഗ്ഗ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ആക്കുന്നത്. അതിപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളധികം അനക്കാതെ വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. ഇത് കണ്ടോ, ഇത് രണ്ടും എഗ്ഗ് ഇട്ടിരിക്കുവാണ്. അതിനപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എഗ്ഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എഗ്ഗ് കണ്ടോ, ഇതാണ് അതിൻ്റെ എഗ്ഗ്. ഇത് 1.5 ദിവസം കൊണ്ട് വിരിയും. അപ്പോൾ ഇന്ന് വൈകിട്ട് ഏകദേശം ആകുമ്പോൾ വിരിയാറാവും. ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മളിങ്ങനെയാണ് ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കുന്നത്. 1.5 ദിവസം കൊണ്ട് ഏകദേശം വിരിയേണ്ടതാണ്. പിന്നെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വാഴയിലയും നമ്മുടെ ബദാമിൻ്റെ ഇല ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗപ്പി നമ്മളിപ്പോൾ 2-3 ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡാണ് കേട്ടോ. ആൽബിനോയുടെ ഫുൾ റെഡാണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് ചെയ്യാനുള്ള തീറ്റി നമ്മൾ വിരിയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിരിയിച്ചാണ് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. വിരിയിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 24 hours ആകുമ്പോൾ ഏകദേശം വിരിയും. ഇത് വിരിയിച്ചാണ് നമ്മൾ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്.